അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹസൻ. നാട്ടിലെവിടെന്ന് ചോദിച്ചാൽ ഞാൻ തൃശ്ശൂരാന്ന് പറയും, അതും തൃശ്ശൂർ ഗഡി. പക്ഷേ എൻ്റെ നാഷണാലിറ്റി എവിടെന്ന് ചോദിച്ചാൽ ഞാൻ സോമാലിയ എന്ന് പറയും. യുഎയിലെ മണി പോലെ മലയാളം പറയുന്ന പല രാജ്യക്കാരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്തിന് എമറാത്തികളെ വരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നും മലയാളം പറയുന്ന ഒരു തൃശ്ശൂർക്കാരൻ ഹസൻ അംബുജി അല്ലേ? യെസ്. എങ്ങനെയാണ് ഈ തൃശ്ശൂർ കണക്ഷൻ? തൃശ്ശൂർ കണക്ഷൻ, ഉപ്പ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഉപ്പയുടെ കൂട്ടുകാരൻ മലയാളമായിരുന്നു. ഉപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായി, എല്ലാവരും നമ്മൾ പഠിക്കണം ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഉപ്പയുടെ കൂട്ടുകാരൻ പറഞ്ഞു, ഒന്ന് പോയി ഇന്ത്യ പോയി നോക്ക്, ഇന്ത്യയിൽ കേരള നല്ല പടത്തലത്തിൽ അടിപൊളിയാന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി നോക്കി, അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെട്ട തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജനിച്ച് വളർന്ന ആളാണോ? അല്ല, പഠിച്ചു വളർന്ന ആളാണ്. എത്രാം ക്ലാസ്? 2ാം ക്ലാസ് തൊട്ട് +2 വരെ തൃശ്ശൂരായിരുന്നു. എവിടെ പഠിച്ചത്? തൃശ്ശൂർ അല്ലസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് മണക്കൊടി എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. ആഹാ, ഓക്കെ. അപ്പം മണി പോലെ നല്ല തൃശ്ശൂർ മലയാളം പറയും. പിന്നെ അല്ല, അടിപൊളിയായിട്ട് പറയും. അതൊരു കോളേജിൽ ഞാൻ നാട്ടിലെ പഠിച്ചത്. എവിടെയാ? എറണാകുളത്ത്. എറണാകുളത്ത് ബിടെക് ഞാൻ കാക്കനാട് രാജഗിരിയിൽ നിന്ന് പഠിക്കുന്ന കോളേജിൽ അവിടെ പഠിച്ചത്. 4 കൊല്ലം ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുബായിലെത്തി. ഇപ്പോൾ ദുബൈയിലെത്തിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദുബൈയിൽ നിറയെ മലയാളികളുള്ള ഒരു സ്ഥലമാണല്ലോ. പിന്നെ എവിടെ പോയാലും മലയാളിയാണ്, ദുബായ് മാത്രമല്ലല്ലോ. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ, എവിടെ പോയാലും മലയാളികളാണ്. സൊമാലിയിൽ പോയാലും അവിടെ മലയാളി ഉണ്ടാവും. അതാണ് കേരളത്തിൻ്റെ ഒരു. അപ്പോൾ വീട്ടിൽ എത്ര മലയാളികളുണ്ട്? വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും മലയാളം അറിയാം. ഉപ്പയും ഉമ്മച്ചിക്ക് അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ബാക്കി എല്ലാവരും ഞങ്ങൾ അവിടെ പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഒരു 2 സൊമാലിയൻ ഡയലോഗ് പറയാൻ പറ്റുമോ? أنا حسن لها حسن واي أنا صومالي كرشتي مليالي ميهي كيرلا كبرتله لكن أنا صومالي هاي. ഇത് സോമാലിയക്കാർ കേട്ടാൽ ഇത് ഞാൻ പറഞ്ഞതാ. കേരളവും സോമാലിയയും തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? ഇല്ല, അതൊരു സോമാലിയ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കൺട്രി. ഐ എം പ്രൗഡ് ഓഫ് സോമാലിയ. പിന്നെ കേരളം ഞാൻ അവിടെ അല്ലേ വളർന്നത്. അപ്പോൾ രണ്ടും മിക്കും ഓരോ പേര്. ടോട്ടൽ എത്ര വർഷം ഉണ്ടായിരുന്നു കേരളത്തിൽ? 10-15 കൊല്ലം നാട്ടിലുണ്ടായി. അത് കഴിഞ്ഞിട്ട് സോമാലിയയിലേക്ക് പോയിരുന്നോ? സോമാലിക്ക് പോയി വന്നു. എല്ലാ സെറ്റിൽമെൻറ്റ് അവിടെ ഇല്ല. ഇവിടെ ദുബായിലാണ് ഞാൻ സെറ്റിൽമെൻറ്റും വർക്കും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ എവിടെ താമസവും ഇതൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ താമസിച്ചൊക്കെ ഞങ്ങൾ ഫസ്റ്റ് 2 കൊല്ലം ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. അത് നമ്മുടെ മണക്കൊടി അല്ലസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് അവിടെ ഹോസ്റ്റൽ 2 കൊല്ലം ഉണ്ടായി. പിന്നെയാണ് നമ്മുടെ ഞങ്ങൾ സ്കൈലൈൻ വില്ലാസ് എന്ന് പറഞ്ഞ റൗണ്ടിൽ തൃശ്ശൂർ തന്നെ, അവിടെ ഞങ്ങൾ താമസിച്ചു. കേരളത്തിൽ എവിടെയൊക്കെ കറങ്ങാൻ പറ്റിയിട്ടുണ്ട്? തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, പിന്നെ കോട്ടയം, മലപ്പുറം, കണ്ണൂർ, വയനാട്, ഇടുക്കി, എല്ലാത്തിനും ഓൾമോസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ല മൊത്തം കറങ്ങിയിട്ടുണ്ട്. മലയാളം പലരും പറയുമല്ലോ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് എന്ന്. ഇപ്പോൾ വളരെ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇല്ല, അതാണ് നമ്മൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ഒരു എഫേർട്ട് കൊടുത്തിട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത്ര ബുദ്ധിമുട്ട്. ഇപ്പം ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പോയിട്ട് ഞങ്ങൾ പഠിച്ചു. മലയാളം ഞാൻ പറഞ്ഞു, എൻ്റെ ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങൾ ഒരിക്കലും ഈ ഭാഷ പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല, കാര്യമില്ല, വിട്ടേക്കെന്ന് പറഞ്ഞതാണ്. പക്ഷേ അൽഹംദുലില്ലാ അത് സ്റ്റാർട്ടിന് ഫ്രണ്ട്സും എല്ലാവരും അവരെ കേട്ട് അങ്ങനെ വിട്ടു പോയപ്പോൾ ഇപ്പോൾ മലയാളം മൊത്തം. ഇപ്പോൾ സൊമാലി ഭാഷയേക്കാൾ നന്നായിട്ട് മലയാളം പറയും. അത് പിന്നെ യെസ്. മലയാളം സിനിമയൊക്കെ കാണുമോ, പാട്ട് കേൾക്കുമോ, എങ്ങനെയാ? സിനിമ കാണും. ഞാൻ പാട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ സിനിമ എല്ലാം കാണും. തിയേറ്ററിൽ പോയി ഫ്രണ്ട്സ് പോയി കാണും. എല്ലാം തിയേറ്റർ നമ്മൾ എല്ലാ പടത്തും കാണും. നല്ല പടങ്ങളിൽ പോയി കാണും. ആരാണ് ഫേവറേറ്റ് നടൻ? അങ്ങനെ ഒന്നും ഇല്ല. ഇതൊക്കെ ഞാൻ എല്ലാം മലയാളി നടന്ന എല്ലാവരും ഞാൻ കാണും. നല്ല പടം ഉണ്ടെങ്കിൽ പോയി കാണും, അത്രേ ഉള്ളൂ. എനിക്ക് ഫേവറേറ്റ് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ മലയാളം സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് ദുബൈയിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്? എവിടെ പോയാലും മലയാളിക്ക് ഞാൻ പിന്നെ മലയാളത്തിൽ ഇന്ത്യയിൽ എല്ലാവർക്കും നെറ്റും വെൽക്കം കൈൻഡ്നസ് ആ ഷോക്ക്. ഞാൻ എങ്ങനെ മലയാളം പഠിച്ചു എല്ലാവരും ചോദിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം. എവിടെ പോയാലും നാട്ടിൽ ഭയങ്കര വെൽക്കമിങ്ങും കൈൻഡ്നസ്സും സ്വീറ്റ്നെസ് അത് ഇപ്പോൾ എവിടെ പോയാലും ഉണ്ടല്ലോ. അതും ഇവിടെ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ കുടുംബത്തിൽ എത്ര പേരാണ് തൃശ്ശൂർ പഠിച്ചത്? അവരെല്ലാവരും ഇപ്പോഴും മലയാളം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
8 പേര് നാട്ടിൽ പഠിച്ചിട്ടുണ്ടായി. എല്ലാവർക്കും 8 പേർക്കും മലയാളം അറിയാം, കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ പോലെ എത്ര പേരാ ഫാമിലിയിൽ? മൊത്തത്തിൽ 11 പേര്. 11 പേര് മഷാല്ല 11 പേരുണ്ട്. അപ്പോൾ അതിൽ 8 പേര് ഞങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ചു, ബാക്കി 3 പേരും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ 8 പേരും വീട്ടിൽ മലയാളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മനസ്സിലാത്ത ഭാഷയിൽ നമ്മൾ മലയാളത്തിൽ മിണ്ടും. മലയാളത്തിലാണ് സീക്രട്ട് അതാണ്. അപ്പോൾ മലയാളത്തിലാണ് ഫുള്ള് ഞങ്ങൾ സംസാരത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് ഫോൺ വിളിയായാലും ഞങ്ങൾ മലയാളത്തിൽ തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിരവധി സൊമാലിയൻ മലയാളികളുള്ള ആ വീട്ടിലേക്ക് ഒരു ദിവസം ഞങ്ങൾ വരാം. താങ്ക് യു.